ഹലോ, ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മുടെ ഫയാസിൻ്റെ നിക്കാഹാണിന്ന്. അപ്പോൾ നിക്കാഹിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാറിൽ തന്നെയാണ് പോണത്. എൻ്റെ മാമയും മാമനും ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടിയിലാണ് കയറിയത്. അസു ഭയങ്കര ചുള്ളനായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ അനിയത്തിയും അതുപോലെ മാമിയുടെ മോള് ഷെല്ലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ കാറിൽ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് ആണ്, ഒരു 2 hour ഉണ്ട് നമ്മുടെ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് എത്താൻ. വേറെ കാറിൽ ഞങ്ങൾ അരിസാക്ക ആ കസിൻസ് അവരെല്ലാവരും താറ് കാറിലുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. എല്ലാ കസിൻസും മെറൂൺ കളറിലുള്ള കോസ്റ്റ്യൂമായിരുന്നു. അപ്പോൾ അവിടെ എത്തി വെച്ച് ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഗൈസ്. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ് നമ്മുടെ കസിൻസ് എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇവരെ ഫാമിലി ഫോട്ടോസും ഒക്കെ ഇതേപോലെ എടുക്കുകയാണ്. അവർ ഒരു ഓഫ് വൈറ്റ് തീമിലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു മെറൂൺ തീമിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും മെറൂണിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മെയിനായിട്ട് ഇന്നെന്ന് പറയുമ്പോൾ നിക്കാഹാണ്. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ബ്രൈഡിൻ്റെ എൻട്രിയാണ്. ബ്രൈഡിൻ്റെ എൻട്രിയിൽ ഡാൻസേഴ്സും കാര്യങ്ങളും അവർ കസിൻസൊക്കെ ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു എൻട്രിയുടെ സമയത്ത് സൈഡിൽ നിന്നിട്ട് ഞങ്ങൾ ഇതേപോലെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും മെറൂൺ തീമിൽ കാണാൻ. അപ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിക്കാഹാണ് മെയിനായിട്ടുള്ളത്. തൃപ്രയാറാണ് ബ്രൈഡിൻ്റെ വീട് വരുന്നത്. പിന്നെ അതിന് ശേഷം അവരൊരു എൻട്രി കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എന്തായാലും നിക്കാഹിൻ്റെ ഒരു ടൈമിൽ എല്ലാ കസിൻസും ഒരുമിച്ച് കൂടുന്ന മീൻസ് ഞങ്ങൾ എത്രയോ ദിവസം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു നിക്കാഹ്. ആ ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ ഒരു കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ബ്രൈഡിൻ്റെ കസിൻസ് എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇതേപോലെ തന്നെ അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫൈമും നിയമോളും അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട്സായിരുന്നു ഫാസിൻ്റെ, അവരും അവർ ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിലൊരു മാരേജ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കില്ലേ ഗൈസ്. പിന്നീട് നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ ബ്രൈഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂമിൻ്റെയും കൂടെയാണ് ഞാൻ കഴിച്ചത്. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു അവിടെ. ഇത് ബ്രൈഡിൻ്റെ സിസ്റ്ററാണ് മറിയു. അതേപോലെ തന്നെ ഇത് ബ്രൈഡിൻ്റെ കസിൻസാണ് നീയ, അങ്ങനെ മാമാൻ്റെ മക്കളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും ഞാൻ വീഡിയോസ് എടുക്കാൻ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം അവിടുത്തെ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. കസിൻസ് എല്ലാവരും വെറുതെ തമാശക്കാണെങ്കിൽ പോലും എന്നെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ എൻ്റെ കസിൻസൊക്കെ കൂട്ടി ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തു. നമ്മുടെ ബ്രൈഡാണ്. പരിചയപ്പെട്ടാണ് അന്നാൻ്റെ പുതിയ മെമ്പർ ഞങ്ങളുടെ ഫാമിലിത്തെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയാസ് കാക്കയും അതുപോലെ തന്നെ ബ്രൈഡും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. തിരിച്ച് ഞങ്ങൾ കാറിൽ പോയി. കസിൻസൊക്കെ എന്നൊക്കെ കൊടുത്തൊരു പണിയായിരുന്നു എന്നെ പോയി എന്നുള്ളതിൽ. പിന്നെ ഞങ്ങളിത് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഭയങ്കര ബിസി ആയതുകൊണ്ട് ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഗ്രാഫറിനായിട്ട് വീട്ടിൽ വന്നിട്ട് രാത്രി നൈറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിന് മുന്നേ തന്നെ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിടാണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ അതാ നമ്മുടെ ചെക്കനും പെണ്ണും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത് വീട്ടിൽ, കാരണം ഒരുപാട് ലോങ് ആണ് അവിടുന്ന്. പിന്നെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട്. അപ്പോൾ അതിന് ശേഷം നിയമോൾ ബൊക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് എത്തിയിട്ടുണ്ട്.
ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുന്ന ഒരു ദിവസമാണ്. വീട്ടിൽ വന്നു അവരത് ആ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ എന്താണ് കുറച്ച് മധുരം കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കുറച്ച് ഫോട്ടോസ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഫാമിലി മെമ്പേഴ്സ് ആദ്യം ഇരുന്നിട്ട് മധുരം വെള്ളം ഈത്തപ്പഴമൊക്കെ കൊടുത്തു. പിന്നീട് എൻ്റെ ഉമ്മയാണിത്. പിന്നെ ഞാനും അത് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് മധുരം കൊടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഞാനും അതിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അതിനുശേഷം ലാസ്റ്റ് സെക്ഷനിൽ ഞാനും ഫായിമും അങ്ങനെ എല്ലാവരും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.